നമ്മുടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയോ? അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായി നീണ്ട 80 വർഷക്കാലം കഴിയുന്നു. ഇക്കാലം അത്രയും രാജ്യം വളർച്ചയുടെ ത്വരിതമായ നാൾവഴികളിലൂടെ കുതിച്ചുയരുകയായിരുന്നു. ഇന്ത്യയുടെ ആത്മാവായ ഭരണഘടനയും ചോരയും നീരും മജ്ജയുമായ ജനാധിപത്യവും നാനാത്വത്തിലേകത്വവും മതേതരത്വവും കൊണ്ട് ഇന്ത്യയെ കെട്ടിപ്പടുത്തു. 1947 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 92 വർഷക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഭരണപരവും നിയമപരവുമായ പോരായ്മകളെയൊക്കെ നികത്തി ഒരു തികഞ്ഞ ഭരണഘടനയിൽ അധിഷ്ഠിതമായ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി ഇന്ത്യയെ പുനർനിർമ്മിച്ചു. എന്നാൽ ഇന്ന് രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. 2014 മുതൽ ഇന്ത്യയിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു. ആരാണ് ഇതിന് ഉത്തരവാദി? മറ്റാരുമല്ല, അതിന് പിന്നിൽ BJP ആണ് എന്ന് പറയാതെ വയ്യ. ഇന്ത്യയുടെ പരമാത്മാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നിടത്തു നിന്ന് തുടങ്ങി ഇന്ത്യയെ കാർന്നു തിന്നുന്ന ദ്രംഷ്ടകളുടെ താണ്ഡവം. ഹേ റാം എന്നുച്ചരിച്ച് മഹാത്മാവ് മാതൃരാജ്യത്തിൻ്റെ വിരിമാറിൽ ചോര ചിന്തി പിടയുമ്പോൾ ആഘോഷത്തിമിർപ്പിൽ RSS സംഘം നിർവൃതി അടയുകയായിരുന്നു. പിന്നീട് രാജ്യത്തിൻ്റെ അന്തരാത്മാവിൽ നുഴഞ്ഞു കയറിയ വർഗീയ വിഷപ്പുക വമിപ്പിച്ച് അവർ ഇന്ത്യയെ ഗ്രസിച്ചു. അവർ ജനാധിപത്യത്തിൻ്റെ ആട്ടിൻതോൽ സ്വയം എടുത്തണിഞ്ഞ് അധികാരത്തിൽ ഏറി. ശേഷം ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ഇന്ന് വീണ്ടും സാമ്രാജ്യത്വ ശക്തികൾക്ക് അടിയറവ് വെച്ച ഒരു ഭരണകൂടത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇന്ത്യൻ ജനത. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ അമേരിക്കയുടെ തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ വളരെ വ്യക്തതയോടെ പാർലമെൻറ്റിലടക്കം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടി. തീരുവ നയത്തിലടക്കം മോദി സ്വീകരിച്ച നയം രാജ്യത്തിൻ്റെ യശസ് തകർത്തെറിഞ്ഞു. പരമസ്വാതന്ത്ര്യത്തോടെ സർവ്വകാര്യങ്ങളിലും സ്വയം പര്യാപ്തമായ ഒരു രാജ്യമെന്ന ആത്മബോധത്തോടെ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിന്നിടത്തു നിന്നും ഇന്ന് അമേരിക്ക നിയന്ത്രിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇച്ഛ നടപ്പിലാക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കീഴിലാക്കി രാജ്യത്തെ. ഇവിടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യ രാജ്യമാണോ എന്ന പ്രസക്തമായ ചോദ്യം ഉയരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിൻ്റെ മുന്നിൽ മുട്ടുമടക്കി പഞ്ചപുച്ഛമടക്കിയിരിക്കുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ കഴുത്തിൽ ആഴത്തിൽ കത്തി കുത്തിയിറക്കുകയാണ്. അതുവഴി ഇന്ത്യയിൽ സംഭവിക്കുന്ന അരാജകത്വം ജനത്തെ എരുതിയിൽ തള്ളിയിട്ടിരിക്കുകയാണ്. എന്താണ് ട്രംപ് മോദിയെ മുൻനിർത്തി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്? ഇന്ത്യയുടെ ആഗോള നയതന്ത്രപരമായ കാര്യങ്ങളിൽ അറിയിപ്പ് നൽകേണ്ട പ്രധാനമന്ത്രി മൗനത്തിലായിരിക്കുമ്പോൾ ട്രംപ് ഇന്ത്യയുടെ അറിയിപ്പുകൾ പരസ്യമായി പുറത്തുവിടുന്നു. ഇറക്കുമതി തീരുവയിൽ ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് ട്രംപ് ഉത്തരവിറക്കുന്നു. ഇന്ത്യ പാക് യുദ്ധത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നു. ക്രൂഡ് ഓയിൽ അടക്കമുള്ള എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ ട്രംപ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങൽ നിർത്തി ട്രംപിൻ്റെ നിയന്ത്രണത്തിലുള്ള വെനസ്വേലയിൽ നിന്നും കൂടുതൽ വില കൊടുത്ത് എണ്ണ വാങ്ങുമെന്ന് തുറന്നടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ട്രംപ് ആണോ മോദിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് സംശയം ധ്വനിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോഴും നമ്മുടെ മോദിക്ക് മൗനം. നമ്മുടെ പ്രധാനമന്ത്രിക്ക് മറുത്തൊരു അക്ഷരമില്ലാതെ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. 50% അമേരിക്ക ഇന്ത്യക്ക് മേലെ ഏർപ്പെടുത്തിയ താരിഫ് 18% കുറച്ചു. അവിടെയും ട്രംപിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം. ട്രംപ് മുന്നോട്ട് വെച്ച കണ്ടീഷനാണ് ട്രംപ് ട്വീറ്റ് ചെയ്തത്. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങരുത് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിസ്സഹായാവസ്ഥയാണോ ഇത്, അതോ ട്രംപിൻ്റെ മുന്നിലെ കീഴടങ്ങലോ? ഇപ്പോൾ പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അതിൻ്റെ ആഘാതം മറ്റ് രാജ്യങ്ങളെപ്പോലെ തന്നെ ഇന്ത്യക്ക് മേലും വൻ പ്രത്യാഘാതം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവിൻ്റെ കൊലപാതകത്തിലും മോദി അപലപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കാരണം എന്താ? അമേരിക്ക തന്നെ. അമേരിക്കയ്ക്ക് എതിരെ മിണ്ടാൻ മോദിക്ക് ഭയമാണ്. കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ തീരത്ത് അന്താരാഷ്ട്ര ജലാശയത്തിൽ US അന്തർവാഹിനി ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ ടോർപിഡോ ചെയ്തു മുക്കുകയുണ്ടായി. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണിത് നടന്നത്. നമ്മുടെ മുറ്റത്തെത്തി കടന്നു കയറുന്ന US-ൻ്റെ ഈ നടപടിയെ, മോദിയുടെ മൗനത്തെ രാഹുൽ ഗാന്ധി വിമർശിക്കുകയുണ്ടായി. ഇന്ത്യയുടെ സുരക്ഷയും ഊർജ്ജ താൽപ്പര്യങ്ങളും നേരിട്ട് അപകടത്തിലാക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ മൗനം ഏറ്റവും അപകടകരമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 38 ഇന്ത്യൻ പതാകയുള്ള വാണിജ്യ കപ്പലുകളും ഏകദേശം 1100 നാവികരും
നിലവിൽ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ക്യാപ്റ്റൻ ആശിഷ് കുമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാവികർ മരിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ സമുദ്ര രക്ഷാപ്രവർത്തനമോ ദുരിതാശ്വാസ പ്രവർത്തനമോ നടക്കാത്തത് എന്താണെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. 25 ദിവസത്തെ ക്രൂഡ് ഓയിലും എണ്ണയും മാത്രമാണ് ഉള്ളത് എന്ന് സർക്കാർ പറയുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ട്രംപ് അനുമതി നൽകുന്നു എന്ന് പറയുമ്പോൾ ഇന്ധനകാര്യത്തിൽ സമാശ്വാസമാണെങ്കിലും അത് ട്രംപിൻ്റെ ഇന്ത്യക്ക് മേലുള്ള വിട്ടുവീഴ്ച ചെയ്തു എന്നത് ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. മോദിയുടെ കീഴടങ്ങൽ രാഷ്ട്രീയം അത് ഇന്ത്യയുടെ കാതലായ ദേശീയ താൽപ്പര്യങ്ങളെ അപമാനിക്കുകയും വർഷങ്ങളായി തുടരുന്ന വിവിധ കോൺഗ്രസ് സർക്കാരുകൾ ശ്രദ്ധാപൂർവമായ കഠിനാധ്വാനം ചെയ്ത് നിർമ്മിച്ച നമ്മുടെ വിദേശ നയത്തെ തകർത്തു കളഞ്ഞു എന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിനെ ഉത്തര കൊറിയൻ നിയമസഭയോട് താരതമ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രതികരിച്ചിരുന്നു. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമിതമായി പ്രശംസിക്കുന്ന BJP എംപിമാരുടെ പ്രവർത്തികൾ ചിലപ്പോൾ ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയിലെ സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിൽ പ്രധാനമന്ത്രി ഇരിക്കുന്നത് പോലെയുള്ള തോന്നൽ അദ്ദേഹത്തിന് നൽകുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നു. വിദേശകാര്യവും ധനകാര്യവും ഉൾപ്പെടെ രാജ്യത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരാൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. SPA അംഗങ്ങളുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ പ്രവേശിക്കുമ്പോൾ ഉള്ളതുപോലെയാണ് ന്യൂഡൽഹിയിലെ മോദി ഭക്തരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇന്ന് ഇതൊരു വൺ മാൻ ഷോയാണ്, ഇതൊരു വൺ മാൻ ബാൻഡാണ്. ദേശീയ വിജയത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും ഇത്തരം രംഗങ്ങൾ അപൂർവമാണെന്ന് കോൺഗ്രസ് എടുത്തു പറയുന്നുണ്ട്. ഭരണപരമായ അധികാരത്തിൻ്റെ മായിക ലോകത്തിരുന്ന് ഇന്ത്യയെ മുച്ചൂട് മുടിക്കുന്ന ഒരു ഭരണാധികാരിയുടെ അധികാരക്കൊതിയുടെ ഇരകളായി പിടഞ്ഞു വീണ് മരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ആർത്തനാദം അത് ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഹൃദയഭിത്തിയിൽ തട്ടി പ്രതിധ്വനിക്കുമ്പോൾ ജനാധിപത്യത്തെ ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങിയ ഒരു ഇന്ത്യക്കാരനും സഹിക്കാൻ പറ്റില്ല. അവർ ഉണരുക തന്നെ ചെയ്യും. രാപ്പകലില്ലാതെ BJP പിഴുതെറിയാൻ തുനിയുന്ന ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളും ഭാരതമണ്ണിൽ ആഴത്തിൽ ഉറപ്പിക്കാൻ ജനാധിപത്യ വിശ്വാസികളായ ഭാരത മക്കൾ RSSൻ്റെ കൊടി പിഴുതെറിയും. രാജ്യത്തു നിന്നും വർഗീയതയുടെ ത്രികോണക്കൊടി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൻ്റെ ഉച്ചിയിൽ സ്ഥാപിക്കാൻ അവർ തന്ത്രങ്ങൾ മെനയുമ്പോൾ അത് തകർത്ത് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി അത് അരക്കിട്ടുറപ്പിക്കാൻ കോൺഗ്രസും എന്നും മുന്നിലുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ ബലിഷ്ഠമായ മതേതര രാഷ്ട്രീയ ചിന്താധാരകൾ അത് ഇന്ത്യയുടെ നാഡീമിടിപ്പാകും. ശ്വാസം മുട്ടി ഊർദ്ധം വലിക്കുന്ന ഇന്ത്യയുടെ ആത്മാവിന് ഉച്ഛ്വാസവായുവായും രാഹുൽ ഇന്ത്യയുടെ രക്ഷകനായും കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും അനുയായികളും അഭ്യുദാകാംക്ഷികളും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. ഇന്ത്യ ഇനി ശ്വാസം മുട്ടില്ല. ജനാധിപത്യത്തിൻ്റെ ഓക്സിജൻ കോൺഗ്രസ് ഇന്ത്യക്ക് നൽകി കഴിഞ്ഞു. ഇന്ത്യ പ്രാണൻ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.